കോഴിക്കോട് DCC ഓഫീസ് ഉദ്ഘാടനത്തിന് നാടമുറിക്കാനായി മുൻനിരയിൽ നിൽക്കാൻ കോൺഗ്രസ് നേതാക്കളുടെ തിക്കും തിരക്കുമായിരുന്നു. KPCC പ്രസിഡന്റ് K. സുധാകരനും മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്കും ഒരിടത്തിനു വേണ്ടി പൊരുതി കയറേണ്ടി വന്നു. നാടമുറിച്ച പ്രതിപക്ഷ നേതാവിന് നന്നേ ബുദ്ധിമുട്ടേണ്ടി വന്നു സ്ഥലത്തെത്താൻ. ഇതിനിടയിൽ ചടങ്ങിൻ്റെ ഐശ്വര്യമാകാൻ ശ്രമിച്ച മറ്റൊരു MLA ഉൾപ്പെടെയുള്ളവർക്ക് നിരാശപ്പെടേണ്ടിയും വന്നു. കോൺഗ്രസിൽ പണ്ടേ ഇങ്ങനെയാണ്. എന്നാൽ ആവേശം ഇരട്ടിച്ചിരിക്കുകയാണ് ഈയിടെ. എല്ലാം പാർട്ടി സെമി കേഡറായതിൻ്റെ മെച്ചമാണ്. കോൺഗ്രസ് ആദ്യമായിട്ട് സെമി കേഡറിലേക്ക് പോവുകയാണ്. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. എല്ലാവരും ഇടിച്ചേറി എങ്ങോട്ട് പോവുക? ഇതിനകത്ത് തിക്കും തിരക്കിലും പൊടിഞ്ഞു പോകും. പാർട്ടി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാർട്ടി പ്രവർത്തകന്മാരിൽ അച്ചടക്കരാഹിത്യം അനുദിനം ഏറി വരുന്നു എന്നതാണ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ആവേശം, എല്ലാവർക്കും ആവേശം. പിന്നെ എല്ലാവരും ലീഡേഴ്സ് അല്ലേ, ഞങ്ങളെല്ലാവരും ഒരേപോലെ അല്ലേ. തന്റെ പാർട്ടിക്ക് നേതാക്കന്മാര് മാത്രമുള്ളതെന്ന് എനിക്കറിയാം. ഭയങ്കര ആൾക്കൂട്ട് വരുന്നത്, ഭയങ്കര ബഹളം വരുന്നത്, ഭയങ്കര ഞങ്ങളുടെ ഒരു പാർട്ടി അങ്ങനെ ഒരു ഭയങ്കര ഒരു ഡിസിപ്ലിനായിട്ട് കണ്ണുവീഴ്ച അങ്ങനെ മാറി. ഒതുങ്ങിയിരിക്കുമോ? ആൾക്കൂട്ട് വരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കണ്ടപ്പോൾ ഒരു സന്തോഷം കൂടി ഉണ്ട്. എല്ലാവരും കൂടി കൂടി വരുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇതൊക്കെ കളിയായിക്കൊണ്ടിരിക്കുക ഞങ്ങള്. ഇത് ഭയങ്കര അത്ഭുതം തന്നെയാണ് കേട്ടോ. നമ്മളെല്ലാരും വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സുന്ദരശം മാത്രം ഇത് കുന്തം പോലെ ആയി പോയത്. അത് കുന്തം പോലെയല്ല, അത് കുന്തം തന്നെയാണ്. മുൻ KPCC പ്രസിഡന്റും മുൻ വടകര MPയുമായ K. മുരളീധരനെ കണ്ടില്ല അവിടെയൊന്നും. വന്നിരുന്നെങ്കിൽ പൊടിഞ്ഞു പോയേനെ. അത്രയ്ക്കുണ്ടായിരുന്നു നേതൃബാഹുല്യം മൂലമുള്ള ഇടിയും തള്ളും. അല്ലെങ്കിലും നേതൃദാരിദ്ര്യമുള്ള പാർട്ടി അല്ലല്ലോ കോൺഗ്രസ്. അന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കില്ലല്ലോ. അന്ന് ആ തിരക്കിൽ ഞാനും അങ്ങ് തള്ളിപ്പോയേനെ. പോട്ടണ സുന്ദരേശ, നിന്നെപ്പോലെ വിഷമം എനിക്കുണ്ട്. തോക്കറാവക്കച്ച, ഈ പാപ്പച്ച ഇത്തിരി ഇങ്ങോട്ട് നീങ്ങിയിരുന്നെങ്കിൽ എന്റെ ഫോട്ടോയോടെ വരുമായിരുന്നില്ലേ. മലബാറിലെ തലസ്ഥാനമാണ് കോഴിക്കോട്. അവിടെ ഞങ്ങൾക്ക് ഒരു നല്ല ഓഫീസ് ഉണ്ടാകുന്നതിൻ്റെ സന്തോഷം പങ്കുവയ്ക്കാൻ മുഴുവൻ നേതാക്കന്മാരും ഒരുമിച്ച് അങ്ങ് വന്നു. അപ്പോൾ ഒരു വലിയ ലീഡർഷിപ്പ് ഉള്ളൊരു പാർട്ടിയല്ലേ കോൺഗ്രസ്. അങ്ങനെ വിചാരിച്ചു. പാപ്പച്ച പാവാണ്, ആ കുറിപ്പാണ് ഇതിന് കാരണക്കാരൻ. എനിക്കിന്ന് കുറിപ്പിനോട് രണ്ട് സംസാരിക്കണം. പാർട്ടി ഇന്നലെ അതിനെക്കുറിച്ച് ഗൗരവത്തിൽ തന്നെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു കെട്ടിടം ഉണ്ടാക്കി അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെ ഇങ്ങനെയും ആ രീതിയിൽ ജനങ്ങളുടെ ഇടയിലൊരു അവമതിപ്പുണ്ടാക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത് തെറ്റാണ് എന്നാണ് ഇന്നലെ KPC യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കർശന നടപടി ഉണ്ടാവുമെന്ന് KPC പ്രസിഡന്റ് ഇന്നലത്തെ യോഗത്തിൽ പറഞ്ഞു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ നമിക്കുന്നു.